ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 2 തവണയും BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലുമാണ്. ഋഷേട്ടാ, അതായത് നമ്മൾ കേരളത്തിൽ പുറത്തായുള്ള ആൾക്കാരായാലും ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരായാലും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നതാണ് ചാത്തന്നൂർ എങ്ങനെ ഉണ്ടെന്ന്. കാരണമുണ്ട്, ലക്ഷണമൊത്ത ത്രികോണ മത്സരം അത് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ തവണ ജയലാലായിരുന്നു, 3 തവണ ജയലാൽ ജയിച്ചതാണ്. രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ചാൽ പാർട്ടി മണ്ഡലമാണ്. പിന്നെ ജയലാലിൻ്റെ വികസന തുടർച്ചയ്ക്ക് LDF വരട്ടെ എന്നുള്ള കാര്യം പോസിറ്റീവാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഏറെയാണ്. ഉണ്ട്. തുടർച്ചയായ ഇടതുഭരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MLA 4 ടേമായിട്ട് ഇടതുപക്ഷത്തിനാണ്, 3 ടേമായിട്ട് ഒരേ MLA ആണ്. അപ്പോൾ ഒരു വിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കുമോ എന്ന ആശങ്ക. ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് പറയേണ്ടത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, രാജ്യത്തിന് പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ്. അത് അവസാന റൗണ്ടിൽ വലിയ തോതിലാണ് അനുകൂല സ്ഥിതി വളർന്നു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫീലിംഗ് അതാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BB ഗോപകുമാർ 2 തവണ രണ്ടാമതെത്തി. ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയുണ്ട്? സാധ്യത പലതാണ്. ഒന്നാമതെന്നാണ് BJP പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. നാട്ടുകാരനാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് കൃത്യമായി നടക്കുന്നത്. മൂന്നാമത്തേത്, വർഷങ്ങളായിട്ട് ഈ മണ്ഡലം നോക്കി തന്നെ BB ഗോപകുമാർ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ 2 തവണ പരാജയപ്പെട്ടു, ഒരു തവണ വിജയിപ്പിച്ചുകൂടെ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ ഒരു സഹതാപം അത് വന്നാൽ ഓക്കെയാണ്. പിന്നെ SNDPയുടെയും NSSന്റെയും വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ സാധിക്കണം. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ LDFനും UDFനും, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ LDFനും UDFനും വിഘടിച്ചു പോവുകയും വേണം. വിജയ ഘടകങ്ങൾ പറഞ്ഞതുപോലെ BB ഗോപകുമാറിന് നെഗറ്റീവ് ആകാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെയാണോ നെഗറ്റീവ് ഉണ്ടായിരുന്നത് ആ നെഗറ്റീവുകളെല്ലാം ഇപ്പം തന്നെ ഉണ്ട്. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് മനസ്സിലായിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൃത്യമായി രാജേന്ദ്രൻ എത്തിയാൽ, ഇടത് സ്ഥാനാർത്ഥിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഗോപകുമാർ തോക്കും. രണ്ടാമത്തേത്, NSS SNDP വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് കുറച്ച് വോട്ടുകൾ കോൺഗ്രസിനും കുറച്ച് വോട്ടുകൾ LDFനും പോയി കഴിഞ്ഞാൽ അത് പരാജയ കാരണമാണ്. ജനങ്ങൾ നൽകുന്ന വലിയൊരു പിന്തുണയുണ്ട്. ഒരുപാട് ഘടകങ്ങളുണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ നേട്ടങ്ങൾ, ഇടതുമുന്നണിക്കെതിരായുള്ള പൊതുജനവികാരം, 2 മുന്നണികൾക്കെതിരായുള്ള ജനവികാരം. ചാത്തന്നൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ തേവള്ളിക്കാരനും കരിപ്രക്കാരനും വേണ്ട, അതായത് UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും മണ്ഡലത്തിന് പുറത്തുള്ളവരാണെന്നുള്ളൊരു ഇതുണ്ട്. തേവള്ളിയിൽ നിന്നാണ് സൂരജ് രവി വരുന്നത്. വളരെ വൈകിയാണ് വന്നത്. ഇവർ 2 വർഷങ്ങളായിട്ട് ഈ CPI ഭരിക്കുന്ന മണ്ഡലം, ഒപ്പം തന്നെ വർഷങ്ങളായിട്ട് ഗോപകുമാർ ഇവിടെ ഉണ്ട്. അവിടെ ഒരു സമയത്ത് സൂരജിനുണ്ടാകുന്ന പോസിറ്റീവ് സാധനങ്ങൾ. സൂരജ് ചെറുപ്പക്കാരനാണ്. കൊല്ലത്ത് 2016 മത്സരിച്ച് അന്ന് കേരളം മുഴുവനൊരു തരംഗം ആഞ്ഞടിച്ചപ്പോഴും, LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും 16,000 വളരെ മാർജിൻ കുറച്ചുകൊണ്ടുവന്ന ജില്ലയിലെ ഒരു മണ്ഡലമായിരുന്നു കൊല്ലം. അതേപോലെ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. ഇത്തവണ ചാത്തന്നൂർ മത്സരിക്കുന്നു. ഇത്തവണ ഈ കഴിഞ്ഞ 2 തവണത്തെ 2016, 2021 അപേക്ഷിച്ച് നോക്കിയാൽ കാര്യമായ വർക്ക് കോൺഗ്രസ്സിൽ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരനുള്ള ഒരു സ്വീകാര്യതയുണ്ട്. പിന്നെ തോപ്പിൽ രവിയുടെ മകനാണ്, മുൻ MLAയുടെ മകനാണ്. അതുകൂടെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അല്ല, അങ്ങനെ പറയുമ്പോഴും പരാജയപ്പെടാനുള്ള കാരണങ്ങളും ഉണ്ടല്ലോ. കാര്യം പോസിറ്റീവ് മാത്രമല്ലല്ലോ ഉള്ളത്. സൂരജ് രവി വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള പാർട്ടിക്കാരോട് സംസാരിക്കുമ്പം പ്രാദേശിക നേതാവിൻ്റെ പേരായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്, പേര് പറയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു വിമത പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള സംശയമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു BJP തോപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ട് CPMലേക്ക് പോകുമെന്നുള്ള ഭയമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വരുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രന് മേൽക്കൈ വരും. പക്ഷേ നിയമസഭയിലും തദ്ദേശത്തിലും കോൺഗ്രസ് വളരെ ദുർബലമാണെന്നുള്ളത് കോൺഗ്രസ് സൂരജ് രവിക്കും അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. വളരെ വേഗതയിൽ തന്നെ UDF പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം ഒരു വലിയ പിന്തുണയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടുവാനും പരമാവധി ജനങ്ങളെ നേരിക്കാണുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പം 11,427 വോട്ടിൻ്റെ മേൽക്കൈയാണ് LDFനുള്ളത്. പ്രേമേന്ദ്രൻ മത്സരിച്ച സമയത്ത് ലോക്സഭയിൽ വലിയ വേവ്, അതായത് 17,206 വോട്ടിൻ്റെ മേൽക്കൈയുണ്ട്. അങ്ങനെ പറയുമ്പം ഇപ്പോൾ ഒരു കൃത്യമായ ജനങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂർ മാറിയിട്ടുണ്ട്. ശരിക്കും ലക്ഷണമൊത്ത ത്രികോണ മത്സരം.